നമസ്കാരം, ഏവർക്കും ഫുട്ബോൾ സ്റ്റുഡിയോ മലയാളത്തിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ISLുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. എപ്പോൾ നടക്കുമെന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ ഫിഫയും AFCയും കൂടി ചേർന്ന് സംയുക്തമായി AFF പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബയ്ക്കെതിരെ എതിരെയല്ല അദ്ദേഹത്തിന് ഒരു നോട്ടീസ് അയച്ചിട്ടുണ്ട്. അക്കാര്യത്തിലേക്കാണ് വരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അതേ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരും സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൊടുക്കുക. ഫുട്ബോൾ അപ്ഡേറ്റുകൾ നോട്ടീസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രദേശം കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നമുക്ക് അപ്ഡേറ്റിലേക്ക് കിടക്കാം. ഫിഫയും ഏഷ്യൻ ഫുട്ബോൾ ഫെഡറേഷനും കൂടി ജോയിൻ്റ് ആയിട്ടൊരു നോട്ടീസ് AFC പ്രസിഡൻ്റായിട്ടുള്ള AFF പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബയ്ക്ക് അയച്ചിട്ടുണ്ട്. അതിനകത്ത് പറയുന്ന ഇമ്പോർട്ടൻ്റ് കാര്യമെന്ന് പറയുന്നത് ഇന്ത്യൻ ഫുട്ബോളിൽ നടക്കുന്ന പ്രതിസന്ധികൾ എത്രയും പെട്ടെന്ന് മാറ്റിക്കൊണ്ട് തന്നെ, അതായത് ഒക്ടോബർ 30 കൂടി ഉള്ളിൽ തന്നെ എല്ലാ പ്രശ്നങ്ങളും മാറ്റി ISL പുനരാരംഭിക്കാനുള്ള തീരുമാനങ്ങൾ ഉടനടി തന്നെ ഉണ്ടാവണം എന്നാണ് AFFൻ്റെയും അതുപോലെ തന്നെ ഫിഫയുടെയും AFCയുടെയും ഭാഗത്തു നിന്ന് AFF പ്രസിഡൻ്റായിട്ടുള്ള കല്യാൺ ചൗബയ്ക്ക് അയച്ച നോട്ടീസിൽ പറയുന്ന കാര്യങ്ങൾ എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് ഒക്ടോബർ അവസാന വാരത്തിനുള്ളിൽ, ഒക്ടോബർ അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ ഇവിടുത്തെ പ്രതിസന്ധികളും പ്രശ്നങ്ങളും മാറ്റിക്കൊണ്ട് ISL ആരംഭിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ ഒക്ടോബർ 24 തുടങ്ങുമെന്നുള്ള അൺഒഫീഷ്യൽ ന്യൂസ് നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അത് നമ്മൾ ഷോർട്ട് വീഡിയോ ഇന്നലെ ചെയ്തിട്ടുണ്ടായിരുന്നു. അടുത്ത സീസൺ മുന്നോടിയായി ചിലപ്പം ISL മുന്നേ തന്നെ ചിലപ്പോൾ സൂപ്പർ കപ്പ് നടത്താനുള്ള സാധ്യതകളൊക്കെ കൂടുതലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. സാധാരണയായി ISL നടത്തിക്കൊണ്ടിരുന്നത് സെപ്റ്റംബർ, അതായത് അടുത്ത മാസമായിരുന്നു. എന്നാൽ ഒരു മാസം കൂടി നീണ്ടു പോകും എന്നുള്ളൊരു കാര്യം മാത്രമാണ്. MRA എന്തായാലും പുതുക്കിക്കൊണ്ട് പുതിയൊരു AFFും അതുപോലെ തന്നെ FSDLും സംയുക്തമായി തന്നെ നല്ലൊരു തീരുമാനത്തിലെത്തിക്കൊണ്ട് ഉടനെ തന്നെ ISL ആരംഭിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ന്യൂസുകളൊക്കെ നല്ല പോസിറ്റീവായിട്ടുള്ള ന്യൂസുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയുള്ള അപ്ഡേറ്റുകൾ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ചാനൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് അപ്ഡേറ്റ് എത്തിക്കുക. താങ്ക് യു.